വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം എന്നീ ജില്ലകളിലെ പരീക്ഷയിൽ നടന്ന ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അടുത്ത ചോദ്യം: 2025 G20 ഉച്ചകോടി വേദിയാകുന്ന രാജ്യം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. ഉത്തരം ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. അടുത്ത ചോദ്യം: കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. ഉത്തരം വി അബ്ദുറഹ്മാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. ഉത്തരം വി അബ്ദുറഹ്മാൻ. അടുത്ത ചോദ്യം: ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഉത്തരം HDFC. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ HDFC. അടുത്ത ചോദ്യം: 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. ഉത്തരം പൃഥ്വിരാജ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. ഉത്തരം പൃഥ്വിരാജ്. അടുത്ത ചോദ്യം: രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായ OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഉത്തരം മാനന്തവാടി. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഉത്തരം മാനന്തവാടി. അടുത്ത ചോദ്യം: 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി. ഉത്തരം അൽഗോരിതങ്ങളുടെ നാട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട്. അടുത്ത ചോദ്യം: 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ഉത്തരം അർജന്റീന. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ഉത്തരം അർജന്റീന. അടുത്ത ചോദ്യം: 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാന് നൽകിയ പേര്. ഉത്തരം നീലു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാന് നൽകിയ പേര്. ഉത്തരം നീലു. അടുത്ത ചോദ്യം: മസ്തിഷ്കത്തിലെ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. ഉത്തരം ന്യൂറാലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്ക് കമ്പനിയുടെ പേര്. ഉത്തരം ന്യൂറാലിങ്ക്. അടുത്ത ചോദ്യം: ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ്ക് 003 വാക്സിൻ ഏത് വൈറസിനുള്ളതാണ്? ഉത്തരം ഡെങ്കി വൈറസ്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാഗ് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഉത്തരം ഡെങ്കി വൈറസ്. അടുത്ത ചോദ്യം: 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. അദ്ദേഹത്തിന്റെ പേര്. ഉത്തരം അർഷാദ് നദീം.
2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പാകിസ്ഥാൻ താരം അർഷാദ് നദീമാണ്. അടുത്ത ചോദ്യം, 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച ജില്ല. ഉത്തരം മലപ്പുറം. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച ജില്ല. ഉത്തരം മലപ്പുറം. അടുത്ത ചോദ്യം, HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം. ഉത്തരം ജ്യോതിസ്. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം. ഉത്തരം ജ്യോതിസ്. അടുത്ത ചോദ്യം, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേര്. ഉത്തരം MAL. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേര്. ഉത്തരം MAL. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. ഉത്തരം JP നഡ്ഡ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. ഉത്തരം JP നഡ്ഡ. അടുത്ത ചോദ്യം, നവജാത ശിശുക്കളെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി. നവജാത ശിശുക്കളെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി. ഉത്തരം ശലഭം. അടുത്ത ചോദ്യം, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര്. ഉത്തരം കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര്. ഉത്തരം കൈരളി. അടുത്ത ചോദ്യം, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഉത്തരം സ്വീഡൻ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. ഉത്തരം സ്വീഡൻ. അടുത്ത ചോദ്യം, 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം. ഉത്തരം ഗോവ. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം. ഉത്തരം ഗോവ. അടുത്ത ചോദ്യം, 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാമത് ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത്. ഉത്തരം കിലിയൻ മർഫി. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാമത് ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം കിലിയൻ മർഫി. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തർക്കം നിലനിൽക്കുന്നത്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തർക്കം നിലനിൽക്കുന്നത്? ഉത്തരം അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം. ഉത്തരം വുഹാൻ. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം. ഉത്തരം വുഹാൻ. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി. ഉത്തരം അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.